Welcome to the fourth video of this first chapter. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലക്സ് ആൻഡ് ഗോസസ് ലോ. അപ്പോൾ ഫ്ലക്സ് എന്താണ് ആദ്യം നോക്കാം. വാട്ട് ഈസ് ഫ്ലക്സ്? So first meaning says the flux is basically the rate of flow, like amount of water flowing in a river, volume per unit area per unit time. അല്ലെങ്കിൽ ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. ഒരു എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സി, ഇവിടെ ലൈറ്റ് നമ്മളൊരു ടോർച്ച് അടിക്കുമ്പോൾ ഈ ടോർച്ച് അടിക്കുമ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ വഴിയിൽ ഒരു സ്ക്വയർ ഷേപ്ഡ് സാധനം വയ്ക്കുന്നു. ലെറ്റ് us say something which is having a square shaped area surface. Now ഈ സ്ക്വയർ ഷേപ്പിൻ്റെ ഷാഡോ എന്താണോ, that is what we call it as flux through this surface. ഇനി ഒരു റിവർ, ഒരു നദി എടുക്കുകയാണെങ്കിൽ that is ഒരു സെക്കൻഡിൽ എത്ര വെള്ളം ഒഴുകുന്നു, that is also we call it as flux. So something we can say, ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു ഏരിയ, യൂണിറ്റ് ഏരിയയിൽ എത്ര എനർജി പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ലൈറ്റ് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര വെള്ളം പാസ് ചെയ്യുന്നു, that is what we call it as flux. Now area vector means what? What is area vector? Because to understand flux or to calculate flux, we need area, because we should know the total energy in an area, given area, and we have to divide that total energy or total field lines by the area, total area. That will give you the flux. So we should know what is area vector. So we have an area. Let us say there is an area which is like a square surface. So I have a square surface. It is having a area delta A, and the direction is the direction of the outward normal to the surface. And that means you consider a normal which is perpendicular to the area or surface which is perpendicular to the surface. The flux of light through a hole of area is proportional to the area, and the cosine of the angle between the light direction and this area vector. എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലൂടെ പോകുന്ന ലൈറ്റ് എന്ന് പറയുന്നത് that depends on the area. നമ്മൾ ചെറിയൊരു ഹോൾ ഈ സ്ക്വയറിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഹോളിൻ്റെ ഏരിയക്ക് പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത് the cosine of the angle between the light and this area vector. ഈ രണ്ട് കാര്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ സ്ക്വയറിനെ, സർഫസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചു, നേരെ വെർട്ടിക്കലായിട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ആ സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലർ is the whole is that is also vertical. Now if I make small angle, there is a difference in area. The theta angle is not 0. I increase the angle. So similarly you can see here, if I rotate this square, the flux also changes. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ആംഗിൾ മാറുന്നതിനനുസരിച്ച് ഈ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഏരിയയും എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ദ ഫ്ലക്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഏരിയ ആൻഡ് ദ ഫീൽഡ് ലൈൻ. സോ ദ ഏരിയ വെക്റ്റർ ഈസ് ഗിവൺ ബൈ delta A. Then if I use L is the light energy, then the flux is given by L dot delta A. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ലൈറ്റിൻ്റെ ഫ്ലക്സ് എൽ ഡോട്ട് ഡെൽറ്റ ഐ ആയതുപോലെ ഇ ഡോട്ട് ഡെൽറ്റ ഐ ആയിരിക്കും ഡെൽറ്റ എ എന്ന് പറയുന്ന ചെറിയ ഏരിയയിലൂടെ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ്. സോ ഈ ഡെൽറ്റ എ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ഡെൽറ്റ എ എന്ന് പറയുന്ന ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we just multiply the electric field passing through the area, the value of the area delta A and cos theta. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ സർഫസിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് മൂന്ന് കാര്യങ്ങളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്ലക്സ് എന്ന് പറയുന്നത് കിട്ടുന്നത്. സോ ദ ഫ്ലക്സ് ഈസ്, അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ആൻ ഏരിയ. ഒരു ഏരിയ തന്നിട്ട് ആ ഏരിയയിലെ ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഏരിയയിൽ ക്രോസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ കോസ് തീറ്റ, where theta is the angle between normal to the surface and the electric field. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും നോർമലും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതെങ്കിൽ തീറ്റ 0 ആയിരിക്കും. അപ്പോൾ കോസ് തീറ്റ 1 ആയിരിക്കും. ഇനി നമ്മുടെ സർഫസ് കുറച്ച് ചരിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ മേ ബി തീറ്റ വിൽ ബിക്കം 30 ഡിഗ്രി ഓർ 40 ഡിഗ്രി ഓർ സംതിങ്. ഇൻ ദാറ്റ് കേസ് ദ ഫ്ലക്സ് വിൽ ബി ലെസ്സർ. അപ്പോൾ കോസ് തീറ്റ കുറഞ്ഞുകൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് ഫ്ലക്സും കുറയും. സോ എപ്പോഴെല്ലാം തീറ്റ 90 ഡിഗ്രിക്കാളും കുറവാണെങ്കിൽ, അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ, ദ ഫ്ലക്സ് ഇസ് പോസിറ്റീവ്. കാരണം എന്താ, ഫ്ലക്സ് പോസിറ്റീവ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? ദ ഫ്ലക്സ് ഈസ് ഔട്ട് ഓഫ് ദ സർഫസ്, സർഫസിന് പുറത്തേക്ക് വരും. തീറ്റ 90യേക്കാൾ കൂടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സർഫസ്, അതായത് ഏരിയയെ, സർഫസിനെ, സ്ക്വയർ സർഫസിനെ 90 ഡിഗ്രി കൂടുതൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ബി above the horizontal. വെർട്ടിക്കലായിരുന്ന ഏരിയയെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഹൊറിസോണ്ടലായി, ഹൊറിസോണ്ടൽ ആയാൽ 0 ഫ്ലക്സ് ആയിരിക്കും. വീണ്ടും റൊട്ടേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഫ്ലക്സ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഫ്ലക്സ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയുടെ വാല്യൂവിനെയും കോസ് തീറ്റയ്ക്കും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫ്ലക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് ഈ കേസിൽ നോക്കാം, ഇവിടെ തീറ്റ 90 കൂടുതലായതുകൊണ്ട് ഫ്ലക്സ് നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ് ബിക്കോസ് തീറ്റ ഇസ് ലെസ് ദാൻ 90. ഇവിടെ ഫ്ലക്സ് 0 ആണ് ബിക്കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 90, cos 90 is 0. Okay, now we come to the topic of this video, that is called as Gauss's law. Now Gauss's law is just a relation between flux, electric flux and the charge. ഈ ചാർജും ഇലക്ട്രിക് ഫ്ലക്സും തമ്മിലുള്ള ഒരു റിലേഷൻ മാത്രമാണ് ഗോസസ് ലോ. എന്താണ് ഗോസസ് ലോ പറയുന്നത്? ദ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഓർ വി ക്യാൻ സേ ദ ഇലക്ട്രിക് ഫ്ലക്സ്. രണ്ട് രീതിയിൽ പറയാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫ്ലക്സിനെ ഇലക്ട്രിക് ഫ്ലക്സ് എന്നും പറയും. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ദാറ്റ് ഈസ് അണ്ടർലൈൻ. ഈ ക്ലോസ് സർഫസ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്ത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Gauss's law is defined only for a closed surface. Gauss's law ആർക്ക് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ? only for closed surface. എന്താണ് ക്ലോസ്ഡ് സർഫസ്? Any surface which is closed and enclosed and it encloses a volume, then it is called as a closed surface. That means ഏതൊരു സർഫസ് ആണെങ്കിലും ശരി, ആ സർഫസിൽ ഒരു വോളിയം ചുറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ബലൂൺ എന്ത് ചെയ്യുന്നു? ഒരു എയർ വോളിയമിനെ എൻക്ലോസ് ചെയ്യുന്നു. വി ഹാവ് സംതിങ് ലൈക്ക് എ ക്ലോസ്ഡ് ബാഗ്, എ ബാഗ് സർഫസ് വിച്ച് ഇസ് ക്ലോസ്ഡ്, ഇറ്റ് ഈസ് എൻക്ലോസിങ് സംതിങ് ഇൻസൈഡ് ദ ബാഗ്. സിമിലർലി, something which closes a volume is a closed surface. So one condition, the Gauss's law is defined only for a closed surface. So what is Gauss's law? The Gauss's law is a relation between the electric flux or flux of electric field and the charge in the surface.
And second thing, the Gauss's law is defined for a closed surface. Now, what is Gauss's law? The Gauss's law says the flux of electric field or the electric flux through any closed surface is proportional to the charge enclosed by the closed surface. നമ്മൾ ഏതൊരു ക്ലോസ് സർഫസ് ആണോ എടുത്തത് ആ ക്ലോസ് സർഫസിനുള്ളിൽ ചാർജ് ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്ലോസ് സർഫസിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. ഇനി ഒരു ക്ലോസ് സർഫസിനുള്ളിൽ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ക്ലോസ് സർഫസിലൂടെ എത്ര ഫ്ലക്സ് പോകുന്നോ ആ ഫ്ലക്സ് ആ ക്ലോസ് സർഫസിനുള്ളിൽ എത്ര ചാർജ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലോസ് സർഫസിനുള്ളിൽ ചാർജ് കൂടിയാൽ ഇലക്ട്രിക് ഫ്ലക്സും കൂടും. ഏത് ഇലക്ട്രിക് ഫ്ലക്സ്? ഈ ക്ലോസ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലോസ് സർഫസിനുള്ളിലെ ചാർജ് കുറഞ്ഞാൽ ഈ ക്ലോസ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കുറയും. ക്ലോസ് സർഫസിനുള്ളിൽ ചാർജ് ഇല്ലെങ്കിൽ ക്ലോസ് സർഫസിൽ ഫ്ലക്സ് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. സർഫസും ക്ലോസ് സർഫസും വ്യത്യാസമുണ്ട്. ഒരു സർക്കിൾ ക്ലോസ് സർഫസ് അല്ല, ഒരു സ്ക്വയർ ക്ലോസ് സർഫസ് അല്ല, ഒരു ക്യൂബ് ഒരു ക്ലോസ് സർഫസ് ആണ്. ബിക്കോസ് ദ ക്യൂബ് ഇൻസൈഡ് ദ ക്യൂബ് ദർ ഇസ് എ വോളിയം വിച്ച് ഇസ് ക്ലോസ്ഡ്. That is a closed box is a closed surface. So this is what the closed surface. Now I am having different surfaces. You should understand flux, calculating flux. First case, which of the following figures correctly shows a positive electric flux out of a surface element? You can see, as I told you, the flux through a surface depends on the electric field, the area, and the angle between the electric field and the normal to the surface. First case നോക്കാം. theta is acute. 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞാൽ cos 90 cos theta പോസിറ്റീവ് ആയിരിക്കും. അവിടെ ഫ്ലക്സ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഫ്ലക്സ് ഇസ് നെഗറ്റീവ് ബിക്കോസ് theta is greater than 90, cos theta negative, that means flux is negative. ഇവിടെ വീണ്ടും പോസിറ്റീവ് ആണ് ബിക്കോസ് theta is less than 90. ഇവിടെ വീണ്ടും നെഗറ്റീവ് ആണ് ഇവിടെ 0 ആണ് ബിക്കോസ് theta is equal to 90. സോ ഏത് പോസിറ്റീവ് ഫ്ലക്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 and 3 are showing positive flux. Now mathematical statement of Gauss's law. Gauss's law നമ്മൾ പറയാൻ പഠിച്ചെങ്കിലും mathematical equationൽ നമ്മൾ എങ്ങനെ എഴുതാം? First, as I told you, Gauss's law is defined as the electric flux or the flux of the electric line is directly proportional to the charge enclosed in the closed surface. Or we can say the flux of electric field is 1 by epsilon 0 times the charge enclosed by the closed surface. അവിടെ 1 by epsilon 0 എന്ന് പറയുന്നതാണ് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 1 by epsilon 0 ആണ്. Q enclosed എന്ന് പറയുന്നതാണ് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. സോ എപ്സിലോൺ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ അല്ലെങ്കിൽ ദ ഫ്ലക്സ് എന്ന് പറയുന്നത് Q enclosed by epsilon 0 അല്ലെങ്കിൽ 1 by epsilon 0 times the charge enclosed by the closed surface. Now Coulomb's lawയുടെ proportionality constant 1 by 4 pi epsilon 0 ആയിരുന്നു. We can see it now by integrating the electric flux of a point charge over a spherical Gaussian surface. കണ്ടോ, നമ്മൾ ഒരു പോയിന്റ് ചാർജ് എടുത്തു. ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഷ്യൻ സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഒരു സ്പെരിക്കൽ ആയിട്ടുള്ള ക്യൂബിക്കൽ ആയിട്ടുള്ള ഒരു സിമെട്രിക്കൽ ഗോഷ്യൻ സർഫസ് നമുക്ക് എടുക്കാവുന്നതാണ്. ബിക്കോസ് എ സ്പിയർ ഇസ് എ ക്ലോസ് സർഫസ്, എ ക്യൂബ് ഇസ് എ ക്ലോസ് സർഫസ്. അങ്ങനെയുള്ള സ്പെരിക്കൽ സർഫസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ഇഫ് ഐ നോ ദ റേഡിയസ്. സോ ഇവിടെ ഈ കേസിൽ ഞാനൊരു സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഇ ഡോട്ട് ഡി എന്ന് പറയുന്നത് ഈയുടെ ദ ഇലക്ട്രിക് ഫീൽഡ് is normal to the surface because theta is 0, cos theta is 1. അപ്പോൾ E dot dA എന്ന് പറഞ്ഞാൽ ഈ ഡി എ ആയിട്ട് മാറും. അവിടെ ടോട്ടൽ ഏരിയ 4 pi r square ആണ്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ദാറ്റ് ഇപ്പം നമ്മൾ ഗോഷ്യൻ സർഫസ് എടുക്കുമ്പോൾ ഒരു സിമെട്രിക്കൽ സർഫസ് എടുത്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദ വാല്യൂ ഓഫ് ഏരിയ ഓഫ് ദ ക്ലോസ് സർഫസ്. ഓക്കെ,
So here you can see the epsilon 0 E dot dA value calculated. What we get is epsilon 0 E is constant, E dA is 4 pi r square. So what we get is uh, epsilon 0 4 pi epsilon 0 r square into E. Basically, it is that from the definition of the electric field. Electric field definition എന്താ പറയുന്നത് 1 by 4 pi epsilon 0 q by r square. അപ്പോൾ q യുടെ വാല്യൂ എന്താണ് epsilon 0 E 4 pi r square. That is what Gauss's law. So we can derive Gauss's law from the electric field expression, or we can define the electric field expression from the Gauss's law. So thus we come to the end of this video. So this video, നമ്മൾ പഠിച്ചത് what is Gauss's law, Gauss's law statement എന്താണ്, mathematical definition എന്താണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. Thus we come to the end of this video.